എടാ നമ്മൾ ഈ മീനിന്റെ പേര് പറഞ്ഞില്ല. കോര. കോര. കോര തന്നെ ഒരുപാട് കോര ഉണ്ട്. ഏത് സൈസ് കോരയാണ്? നമ്മുടെ ഈ മാർക്കറ്റിലൊക്കെ എന്ത് വില ഈ കോരയ്ക്ക് അല്ലേ? മാർക്കറ്റിൽ കിലോ 500 രൂപ. 500 അല്ല, അതിന് കൂടുതലൊക്കെ വീഴും. ഇത് കട കൊടുക്കത്തില്ല, കൂടുതൽ കിട്ടിയാലേ കൊടുക്കത്തു. നമ്മൾ തന്നെ തിന്നും. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഒരു ഫിഷിംഗ് ബോട്ടിലാണ്. ഈ ബോട്ടിൻ്റെ നിർമ്മാണ ചെലവ് വരുന്നത് ഏകദേശം 1.25 കോടി രൂപയോളം ആണ് എന്നാണ് അറിയാൻ. അത്രയ്ക്ക് വലിയ കപ്പലിനെ പോലെ തന്നെ കിടക്കുന്നൊരു സംഭവമാണ് ഫിഷിംഗ് ബോട്ട് ഇപ്പോഴത്തെ. ഇവിടെ നിന്ന് മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ബോട്ടിലെ ഫുഡ് അടിക്കാൻ വേണ്ടിയാണ്. മീൻകറി നമ്മുടെ കേരളത്തിലെവിടെയും കിട്ടാത്ത തരത്തിലുള്ള മീൻകറിയാണ്. അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ ചെന്നാലും ഈ ഒരു സൈസ് മീൻകറി നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടുള്ള മീൻ, ഐസിലിടാത്ത മീൻ, ഐസിലിടാത്ത കടൽ മീൻ. നമുക്ക് കായലിലെ മീനോ അതുപോലെ മറ്റ് പുഴകളിലെ മീനൊക്കെ ഫ്രഷായിട്ട് കിട്ടും. പക്ഷേ ഇത് കടലിലെ മീൻ നമ്മുടെ വീടുകളിലോ മറ്റ് ഹോട്ടലുകളിലൊക്കെ എത്തുന്നത് ഐസിട്ട് തന്നെയാണ്. പക്ഷേ ഇത് പക്ക ഫ്രഷ്, പിടിച്ച ഉടനെ തന്നെ കറി വയ്ക്കുക. അതുകൊണ്ടല്ലേ കോരയാണ് കോര. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു കോരയുണ്ടല്ലോ, അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ കടലിൽ നിന്ന് കിട്ടാറുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും, ചിലപ്പോൾ 1, 2, 3 ഒക്കെ കിട്ടാറുള്ളൂ. അത് മാർക്കറ്റിൽ പോകുന്നില്ല, അല്ലെ ഹാർബറിൽ കച്ചവടം ചെയ്യുന്നില്ല. ഇത് ഇവർ തന്നെ, മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാർ തന്നെ പാചകം ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ബോട്ടിലെ കിച്ചൺ. ഇതിൻ്റെ അകത്താണ് പാചകമൊക്കെ നടക്കുന്നത്. ഈ ബോട്ടിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ചിലപ്പോൾ 7 ദിവസമൊക്കെ പണിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാം കരുതി വെച്ചിട്ടാണ് പോകുന്നത്. നന്നായി ഇളക്കുക. 3 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. ശകലം കുറയ്ക്കുക. സ്റ്റവിൽ ശകലം സ്പീഡ് വെച്ചു. രണ്ട് ലിറ്റർ വെള്ളമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഏറ്റവും ഫ്രഷ് മത്സ്യമാണ് മത്സ്യത്തൊഴിലാളികൾ കഴിക്കുന്നത്. മീൻ പിടിച്ച് അരമണിക്കൂറിന് ശേഷമുള്ള മത്സ്യമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഏറ്റവും നല്ല രീതിയിൽ ഭക്ഷണങ്ങൾ കഴിക്കുന്ന, മത്സ്യം കഴിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ മാത്രമേ ഉള്ളെന്നാണ് തോന്നുന്നത്. ഇതിന്റെ ഷെയർ കൂടെ കൊടുക്കണേ. അതിന് ഷെയർ പറഞ്ഞ എത്ര രൂപ കിട്ടുമെന്ന് വെച്ചാൽ അല്ല, അതേടൊക്കെ നമ്മള് മൊത്തിയൊക്കെ കൊണ്ട് കുടുങ്ങാൻ വേണം. ഒരു വീഡിയോ ആയിട്ട് എടുക്കാം കേട്ടോ. പാട്ടോടെ ചേർക്കാം. ഉപ്പിൻ്റെ ഓർമ്മ
എല്ലാ ഇമേജും പോയി കേട്ടോ അരവിന്ദിന്റെ. സൗണ്ട് വേറെ വരുന്നു. അപൂർവമായിട്ടുള്ള മത്സ്യമാണിത്. എന്ത് ടേസ്റ്റ്, നല്ല രുചി. അൺപാർലമെന്ററി പറയായിരുന്നു, വേറെ മീൻകറി ഒരു രക്ഷയില്ല. ചൂടും എരിവും എല്ലാം കൂടെ ചേർന്നൊരു ഗംഭീര ഐറ്റം. ജീവിതത്തിൽ ഈ സൈസ് മീൻകറി കഴിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു അവസരം കിട്ടുവാണെങ്കിൽ, ഏതെങ്കിലും ബോട്ടിൻ്റെ പരിസരത്തൊക്കെ പോവുകയാണെങ്കിൽ, ബോട്ടിൽ മീൻകറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഗംഭീരം തന്നെ. നമ്മളെ വീടുകളിലോ ഹോട്ടലുകളിലോ ഈ സൈസ് മീൻകറി കിട്ടാൻ ഒരു വഴിയില്ല. മീനൊക്കെ എന്ത് ഫ്രഷാണ്. ഓക്കെ, കിടിലം, കിടിലം. നിങ്ങൾക്ക് ഫിഷിംഗ് ബോട്ടിൻ്റെ അടുത്തൊക്കെ പോകാൻ അവസരം കിട്ടുകയാണെങ്കിൽ ബോട്ടിലെ മീൻകറിയും ചോറും ഒക്കെ കഴിച്ചു നോക്കണം. അത്ര ഗംഭീരമാണ്. നമുക്ക് എവിടെ പോയാലും ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. നമ്മൾ ഇനി പണിക്കാർ 6